ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ഇല്ലായ്മയാണ് ഇടത് സർക്കാരിന്റെ മുഖമുദ്ര എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ദേശീയ പാതകൾ തകർന്നാൽ പിതൃത്വത്തിൽ നിന്നും സർക്കാർ ഒഴിവാകുന്നത് ഉത്തരവാദിത്വമില്ലായ്മയാണെന്നും വി ഡി സതീശൻ പാലക്കാട് പറഞ്ഞു. മുതലാളിത്ത മനോഭാവവും തീവ്ര വലതുപക്ഷ സ്വഭാവവുമാണ് ഈ ഗവൺമെന്റിന്റെ മുഖമുദ്ര. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, സർക്കാരില്ലായ്മയാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര. സർക്കാർ ഉണ്ടാക്കുന്ന ഒരു ഫീലിംഗ് ജനങ്ങൾക്കില്ല. ഒരു തരത്തിലൂടെ ഇടപെടൽ നടത്തുന്നില്ല. നിങ്ങൾ ഈ മഴ പെയ്യാൻ പോവാണ്, മൺസൂൺ ആരംഭിക്കാൻ പോവാണ്. മൺസൂൺ ആരംഭിച്ചാൽ ഒരുപാട് പേരുടെ ജീവിതം വെള്ളത്തിലാണ്. കാരണം ഹൈവേ പണിയുന്നത് അശാസ്ത്രീയമായിട്ടാണ് പല സ്ഥലത്തും പണിതിരിക്കുന്നത്. രൂക്ഷമായ വെള്ളക്കെട്ടാണ്. പൈപ്പ് ലൈൻ, കുടിവെള്ള വിതരണ ലൈൻ പല സ്ഥലത്തും പൊട്ടിച്ചിട്ടിരിക്കുകയാണ്. പല സ്ഥലത്തും തോടുകൾ മൂടിയിരിക്കുകയാണ്. വളരെ അശാസ്ത്രീയമായി പണിതൊന്നും ഒന്നും ശ്രദ്ധിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് നേരെയില്ല. സംസ്ഥാന ഗവൺമെന്റ് ഒരു കോർഡിനേഷനും നാഷണൽ ഹൈവേ അതോറിറ്റിയായിട്ടില്ല. ഈ ക്രമക്കേടുകളെല്ലാം ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് പോകും. സംസ്ഥാന സർക്കാർ ഇതിന് മുൻകൈയെടുത്ത് നാഷണൽ ഹൈവേ അതോറിറ്റിയെ കൊണ്ട് ഈ കുറ്റങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നില്ല. ഇലക്ഷന് മുമ്പ് ഇത് തീർത്ത് സംസ്ഥാന സർക്കാരിന്റെ ക്രെഡിറ്റിലാണ് ഹൈവേ പണിതെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കൂരിയാട് ഹൈവേ തകർച്ചയും ദളിത് വനിത ബിന്ദുവിനുണ്ടായ ദുരനുഭവവും ആന ചവിട്ടിക്കൊല്ലലുമാണ് സർക്കാരിന്റെ 4ാം വാർഷികം. ഉത്തരവാദിത്വമില്ലാതെയാണ് സംസ്ഥാനത്തെ ദേശീയ പാതകളുടെ നിർമ്മാണം. ഹൈവേ അതോറിറ്റിയുമായി കോർഡിനേഷൻ ഇല്ല. പാലാരിവട്ടം പാലത്തിന്റെ അപാകതയ്ക്കെതിരെ സമരം ചെയ്തവർ ദേശീയപാതകൾ തകർന്നു വീഴുമ്പോൾ മൗനത്തിലാവുന്നത് അശാസ്ത്രീയവും അഴിമതിയും നിറഞ്ഞതുകൊണ്ടാണ്. വന്യമൃഗാക്രമണവും കൊല്ലപ്പെടലും വാർത്തയല്ലാതായി. പാലാരിവട്ടം പാലം തകർന്നൊന്നും വീണില്ലല്ലോ. എന്തൊരു പ്രചരണമായിരുന്നു CPM. തകർന്നൊന്നും വീണില്ലല്ലോ. ആ പാലത്തിന്റെ നിർമ്മാണത്തിൽ ഒരു അപാകത ഉണ്ട്, അത് കറക്റ്റ് ചെയ്യണമെന്നാണ് കണ്ടെത്തിയത്. അതിനെന്തായിരുന്നു കേരളം മുഴുവൻ പ്രചരണം? രൂക്ഷമായ പ്രശ്നമാണ്. ആളുകളെല്ലാം വലിയ വേവലാതിയിലാണ്, ഉത്കണ്ഠയിലാണ്, ഭയത്തിലാണ്. ഇതാണ് സർക്കാരിന്റെ മുഖമുദ്ര. 4ാം വാർഷികത്തിന് സമ്മാനങ്ങളാണ് ജനത്തിന് കൊടുക്കുന്ന സമ്മാനം. തിരുവനന്തപുരത്തെ ബിന്ദുവിനുണ്ടായ അനുഭവം, ഈ കൂരിയാട് ഇത് തകർന്നു വീഴുന്നത്, ഈ ഇപ്പോൾ പാലക്കാടുണ്ടായ വന്യജീവി ആക്രമണം, 4ാം വാർഷികത്തിന് ജനങ്ങൾ കൊടുക്കുന്ന എന്താണ് സർക്കാർ എന്ന് ജനങ്ങളോട് ഉറക്കെ വിളിച്ചു പറയുന്ന 3 കാര്യങ്ങളാണ് നടന്നത്. സർക്കാർ ജീവനക്കാർക്കും കരാറുകാർക്കും പാചക തൊഴിലാളികൾക്കും വരെ സർക്കാർ നൽകാനുള്ളത് 100 കണക്കിന് കോടികളാണ്. ഖജനാവ് കാലിയല്ലെങ്കിൽ എന്തുകൊണ്ടിത് നൽകുന്നില്ല? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 1.5 ലക്ഷം കോടി രൂപയാണ് സംസ്ഥാന കടമെങ്കിൽ ഇന്ന് 60 ലക്ഷം കോടിയായെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.